വമ്പൻ റിലീസോടെ ലോകമെമ്പാടും ഇന്ന് റിലീസ് ചെയ്ത തമിഴ് സിനിമയാണല്ലോ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. വിജയ് നായകനാക്കി വെങ്കട്ട പ്രഭു സംവിധാനം ചെയ്ത ഗോകുല മൂവീസ് കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന ആദ്യ ദിവസം 700ഓളം സ്ക്രീനുകളിൽ കേരളത്തിൽ റിലീസ് ചെയ്ത സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ കേരള പ്രീ സെയിൽ കളക്ഷൻ വന്നിരിക്കുകയാണ്. അത് പ്രകാരം 3.5-4 കോടി റേഞ്ചിലായിരുന്നു നാം പ്രതീക്ഷിച്ചത്. ആ റേഞ്ചിൽ തന്നെയാണ് പ്രീ സെയിൽ കളക്ഷൻ വന്നിരിക്കുന്നത്. 3,78,00,000 ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള പ്രീ സെയിൽ ഗ്രോസ് കളക്ഷൻ. ഒരു സമയത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കേരള പ്രീ സെയിൽ കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുക്കുന്ന സിനിമയായിട്ട് കോട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. എന്നാൽ ആ ലെവലിലേക്കൊന്നും തന്നെ കോട്ടിന് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ ജനുവരിയിൽ റിലീസ് ചെയ്ത ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ തന്നെയാണ് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ പ്രീ സെയിൽ കളക്ഷൻ നേടിയെടുത്ത 2024 സിനിമ. ചിത്രത്തിന് ആദ്യ ദിവസം 3,87,00,000 കേരള ഫൈനൽ പ്രീ സെയിൽ ഗ്രോസ് കളക്ഷൻ. ഗോട്ട് എന്ന സിനിമ നിലവിൽ അതിന് താഴെ 2ാം സ്ഥാനത്താണ് നിലവിൽ ഈ വർഷം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബന്റെ പ്രീ സെയിൽ കളക്ഷൻ മറികടക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിലും ഈ വർഷത്തിലെ മറ്റ് 2 വമ്പൻ മലയാളം സിനിമകളുടെ ആദ്യ ദിവസത്തെ പ്രീ സെയിൽ കളക്ഷൻ മറികടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് പൃഥ്വിരാജിന്റെ ആടുജീവിതമാണെങ്കിൽ മറ്റൊന്ന് ടർബോയാണ്. ആടുജീവിതം FT പ്രീ സെയിൽ 3,52,00,000 ആയിരുന്നെങ്കിൽ മമ്മൂട്ടിയുടെ മെഗാ മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോയ്ക്ക് 3,51,00,000 ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീ സെയിലായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഗോട്ടിന് അങ്ങനെ കേരളത്തിൽ പ്രീ സെയിൽ കളക്ഷന്റെ കാര്യത്തിൽ മികച്ച തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വിജയ് സിനിമ എന്ന നിലയിൽ മാത്രമാണ് മികച്ച തുടക്കം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതിലുപരി ലിയോ എന്ന ലോകേഷ് കനകരാജിന്റെ വിജയ് ചിത്രവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ലിയോയുടെ പകുതി പ്രീ സെയിൽ കളക്ഷൻ പോലും ഗോട്ടിന് ആദ്യ ദിവസം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം വമ്പൻ ഹൈപ്പിൽ റിലീസ് ചെയ്ത ലിയോയുടെ ആദ്യ ദിവസത്തെ കേരള പ്രീ സെയിൽ ഗ്രോസ് 8,81,00,000 ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. അതേസമയം ഫാൻ ഷോസ് ഉൾപ്പെടെ 9.5 കോടിയോളം രൂപയായിരുന്നു. അപ്പോൾ അതിന്റെ പകുതിയിലേക്ക് പോലും നിലവിൽ ഗോട്ട് എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം പ്രീ സെയിലിൽ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇനി ഗോട്ടിന്റെ കേരള കളക്ഷനാണ് കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.